ഹലോ ഗായ്സ്, വീക്കെൻഡ് ആയിട്ട് ഇന്ന് ഞാൻ വന്നത് പാണംകുഴി എക്കോ ടൂറിസം എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ്. ഇവിടെ ഈ എലിഫന്റ് ക്യാമ്പും ഡിയർ പാർക്കും അങ്ങനത്തെ എല്ലാം ഉണ്ടെന്ന് പറയുന്ന കേട്ടു. അപ്പോൾ അതെല്ലാം വിസിറ്റ് ആക്കാറിഞ്ഞിട്ട് വന്ന നല്ല ബട്ടർഫ്ലൈ ഗാർഡനും നല്ല നാച്ചുറൽ വൈബാണ് കേട്ടോ ഇവിടെ. അങ്ങനെ നടന്ന് ഞാൻ ലൊക്കേഷനിലേക്ക് എത്തി. ഡിയർ പാർക്കിന്റെ ബോർഡ് കണ്ട് ഞാൻ ഡിയേഴ്സിനെ കാണാൻ വേണ്ടിട്ട് ഓടി. ഇപ്പൊ ഇത് കുറെ ഉണ്ടല്ലോ. പണ്ട് +2 ഒന്ന് ടൂർ പോയ സമയത്താണ് ഞാൻ ഡിയേഴ്സിനെ കണ്ടത്. അതിനുശേഷം ഞാൻ ഡിയേഴ്സിനെ കണ്ടിട്ടാ. കുറെ ടൈപ്സ് ഓഫ് ഡിയേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിന്റെ പേരുണ്ട സാമ്പാർ ഡിയർ പോലും എന്തെല്ലാം പേരിപ്പാ. എന്നോട് പറഞ്ഞാൽ ഞാൻ നല്ല പേരിട്ടിട്ടേനു. അത് കഴിഞ്ഞിട്ട് എലിഫൻസിനെ നോക്കാൻ പോയി. അങ്ങനെ എലിഫൻസിന്റെ നെയിം റീഡാക്കുന്നുണ്ട്. ചന്ദ്രു, നല്ല പേര്. 49 വയസ്സുണ്ട് ചന്ദ്രുക്ക്. എന്നാ പിന്നെ ആ ചന്ദ്രുവിനും ഫ്രണ്ട്സിനെല്ലാം നോക്കിയിട്ട് വരാന്ന് വിചാരിച്ചു. ഇത് ചന്ദ്രു അല്ല കേട്ടാ, ഇത് പാർവതി. ചന്ദ്രുവിനെ കുറെ നോക്കി, ഏടെ നോക്കിയാലും കാണുന്നില്ല. എന്നാലും യോനി തേടെ പോയി. ഈ ഹരിപ്രസാദ് ഏട്ടനെ നോക്കിയ മര്യാദയ്ക്ക് അതിനെ തിന്നാൻ പോലും കഴിയുന്നില്ല. അത്രക്കും വയസ്സായി പോയി. പാവം, അനക്കെന്നെ കണ്ടിട്ട് ബേജാറായിപ്പോയി. ഗൈസ്, ഞാൻ ഈ കല്ലും മുള്ളും എല്ലാം താണ്ടി നടക്കുന്ന തീയത്തേക്കെന്ന് പറഞ്ഞെങ്കിൽ കുറേ ദൂരം പോയെങ്കിൽ 3-4 ആൾക്കാരെ കൊന്നെ ആരോ ആടി ഉണ്ട് എന്നല്ല പറയുന്നത് കേൾക്കുന്നുണ്ട്. മേ ബി ആന ആയിരിക്കും, ആന തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഇത്. പോയി നോക്കാം. അത്രയല്ല ആൾക്കാരെ കൊന്നെ ആ ക്രൂരൻ ആരെന്ന് അറിയണമല്ലോ. അത് നോക്കാനാണ് ഞാനിപ്പോൾ പോന്നെ. അവൻ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ പോകുന്നുണ്ട് ഞാൻ. എൻ്റെ അമ്മ ഇതാ ഗൈസ്, അറ്റ് ലാസ്റ്റ് ആളെ കിട്ടി. ആൻഡ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ചന്ദ്രു ആണ് ഗൈസ്. പീലാണ്ടി ചന്ദ്രു, 49 വയസ്സ്. യോനാണ് 6 ആൾക്കാരെ കൊന്നിനെന്നാണ് പറയുന്നത്. ഉസാറന്നേട്ടാ. ഇതെന്തിയപ്പാ ചന്ദ്രന്റെ പോലെയാ? ഈ ചന്ദ്രൻ തന്നെ ഇങ്ങനെ നോക്കുന്നേ? അതിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരിക്കൽ അതിനെ മര്യാദക്ക് കാണാൻ അറിഞ്ഞിട്ട് ഇത്ര ലോങ് വന്നത് നടന്നിട്ട്. അപ്പോഴത്തേക്ക് ഈ മമ്മാനെ കൂട്ടിയിട്ട് ഞാൻ വന്നത്. മമ്മാണെങ്കിലോ അല്ല എൻ്റെ മോളേക്ക് ബന്നറാക്കിയിട്ട് അതിനെ മര്യാദക്ക് നോക്കാൻ പോലും സമ്മതിച്ചിട്ടാ. അതെന്തെങ്കിലും ആക്കൂന്ന് അറിഞ്ഞിട്ട് ഒറ്റക്ക് വന്നാൽ മതിയായിരുന്നു. അപ്പൊ എന്നെ നല്ല മഴ പെയ്തു, നല്ല മഴ കിട്ടി. ഞാൻ അറിയുന്നു നല്ല എൻജോയ് ചെയ്തു. ഫുള്ള് നാച്ചുറലും റെയിനും. വാഹ, ഈ മഴയിൽ ഞാൻ തനിയേ, തനിയേ അല്ല, കുറെ ആളുണ്ട് ഗൈസ്. അങ്ങനെ പാട്ടെല്ലാം പാടിയിട്ട് നടക്കുമ്പോഴത്തേക്ക് ആടൊരു ട്രീ ഹൗസ് കണ്ട്. എന്റെ മോനെ ഞാൻ പാഞ്ഞു പോയിട്ട് അതിന്റെ ഉള്ളിൽ കയറി. ഏത് വൈബ് എന്നറിയോ? ട്രെയിനും ട്രീ ഹൗസും. ആഹാ, അടിപൊളിട്ടാ. അങ്ങനെ ഇവിടെ ഇങ്ങനത്തെ ഒരു കല്ലെല്ലാം ഇങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടാണുമ്പോ ഞാൻ അതിൽ കയറിയിട്ട് നടന്നു. അത് കണ്ടിട്ട് എന്റെ മമ്മ ബൂവും അങ്ങനെയാവും ഇങ്ങനെയാവും എന്നല്ല പറഞ്ഞിട്ട് പിന്നെ എന്റെ കൈ വിടുന്നില്ല. കൈ പിടിച്ചിട്ട് നടക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ അവിടെ ഒരു സ്വിങ് കണ്ടു. സ്വിങ് കണ്ടാൽ ഞാൻ വെറുതെ വിടില്ല. ആടെ നല്ല രസം ഉണ്ടായിന്, നല്ല ലോങ്ങിൽ പോകുന്നുണ്ടായിന്. അങ്ങനെ അത് നല്ല ഫൈൻ എൻജോയ് ആക്കി. ടു ബി ഹോണസ്റ്റ് ഗൈസ്, ദിസ് പ്ലേസ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ. നല്ല പീസ്ഫുൾ മൈൻഡ് കിട്ടാനും നല്ല നാച്ചുറൽ വൈബ് കിട്ടുന്ന ആൾക്കും അങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഈ പ്ലേസ് റിയലി ലൈക്ക് ആവും. അപ്പൊ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.